Morning. Today going to talk about product in healthcare marketing. Product refers to the service package provided to the patient. പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ഒരു പാക്കേജിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് 3 കാറ്റഗറിയാണ്: കോർ സർവീസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ പ്രൊസീജിയർ, പ്രിവെൻറ്റീവ് കെയർ. സപ്ലിമെൻ്ററി സർവീസാണ് കൗൺസിലിംഗ്, ഫോളോ അപ്പ് കെയർ, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, വെൽനസ് പ്രോഗ്രാംസ്. അതായത് കോറാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സപ്ലിമെൻ്ററി അതിനോട് ഹെൽപ്പ് ചെയ്തിട്ട് വരുന്നതാണ്. ഓഗ്മെൻറ്റഡ് സർവീസ്, മൊബൈൽ ഹെൽത്ത് ആപ്പ്, ഹോം ഹെൽത്ത് കെയർ വിസിറ്റ്, 24/7 ഹെൽപ്പ് ലൈൻ. അതൊക്കെ അതിനോട് ഓഗ്മെൻറ്റഡ് ആയിട്ട്, അതിനോട് കണക്റ്റഡ് ആയിട്ട് വരുന്ന അതർ സർവീസസ് ആണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കോർ സർവീസ് ഉണ്ടാവും, സപ്ലിമെൻ്ററി സർവീസ് ഉണ്ടാവും, ഓഗ്മെൻറ്റഡ് സർവീസ് ഉണ്ടായിരിക്കും. ഇനി ഡിസൈൻ ചെയ്ത ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ഇൻവോൾവ്സ് സ്പെഷ്യലൈസേഷൻ, ഡിഫറൻഷ്യേറ്റിംഗ് ത്രൂ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയക് കെയർ, ഓങ്കോളജി, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് ചെയ്യാം. ഇന്നോവേഷൻ, അഡോപ്റ്റിംഗ് അഡ്വാൻസ് ടെക്നോളജി, മിനിമലി ഇൻവേസീവ് ടെക്നിക്സ് ഓഫ് നോവൽ തെറാപ്പീസ്. എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സർവീസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, NABH, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പേഷ്യൻറ്റ് സെൻറ്റേർഡ് ഫീച്ചേഴ്സ്, കംഫർട്ട്, പ്രൈവസി, ലാംഗ്വേജ് സപ്പോർട്ട്, ആക്സസബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പ്രൊഡക്റ്റിന് വേണ്ട പ്രത്യേകതകൾ. ഇനി ഡിസൈൻ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രൈസ് ഇൻ ഹെൽത്ത് മാർക്കറ്റിംഗ്. പ്രൈസസ് ഹെൽത്ത് കെയർ കോംപ്ലക്സ്, സെൻസിറ്റീവ് ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ മൾട്ടിപ്പിൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈസിങ്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, ഫെസിലിറ്റി, റിസോഴ്സസ്, മെഡിക്കേഷൻ കോസ്റ്റസ്, ഇൻഷുറൻസ് സ്ട്രക്ചർ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതിൽ വരുന്ന കീ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, കോസ്റ്റ് കവറേജ്, പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. വാല്യൂ ബേസ്ഡ് പ്രൈസിങ്, അലൈൻ കോസ്റ്റസ് വിത്ത് ഔട്ട്കം, ബണ്ടിൽഡ് പേയ്മെൻറ്റ്, പേ ഫോർ പെർഫോമൻസ്. അതായത് നമ്മൾ ഔട്ട്കംസിനനുസരിച്ചാണ് കോസ്റ്റ് ഈടാക്കുക. കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്ക്, അണ്ടർസ്റ്റാൻഡിങ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ പ്രൈസ് കമ്പാരിസൺ ടു റിമെയിൻ എക്സസിബിൾ വിത്തൗട്ട് ഈറോഡിങ് മാർജിൻസ്. അതായത് ഗ്ലോബൽ മാർക്കറ്റിലുള്ള റേറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ, അതിൻ്റെ താഴെയാണ് നമ്മളിവിടെ സർവീസിന് ഈടാക്കുന്ന പ്രൈസ് വരിക. ഫ്ലെക്സിബിലിറ്റി, ഓഫറിങ് പേയ്മെൻറ്റ് പ്ലാൻസ്, ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പ്, ഡിസ്കൗണ്ട്, പ്രിവെൻറ്റീവ് സർവീസസ്. അതൊക്കെ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് പേയ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടായിരിക്കും, ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പ്, ഡിസ്കൗണ്ടുകൾ, കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ആണ്. പ്ലേസ് റെഫേഴ്സ് ടു ദ ഹൗ ആൻഡ് വേർ ഹെൽത്ത് കെയർ സർവീസസ് ആർ ഡെലിവേർഡ്. എങ്ങനെയാണ് എവിടെയാണ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ മെയിനായിട്ട് വരുന്ന കൺസൾട്ടേഷൻ, ജോഗ്രഫിക്കൽ റീച്ച്, അർബൻ ഹോസ്പിറ്റൽ, റൂറൽ ക്ലിനിക്ക്, മൊബൈൽ യൂണിറ്റ്, ഔട്ട്റീച്ച് പ്രോഗ്രാംസ്. അതായത് അങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെയാണ് പേഷ്യൻസിൻ്റെ അടുത്ത് എത്തുന്നത്. ചാനൽ ഓഫ് കെയർ ഡെലിവറി, ഇൻ പേഷ്യൻ്റ്, ഔട്ട് പേഷ്യൻ്റ്, ഹോം ബേസ്ഡ് കെയർ, ടെലിമെഡിസിൻ, അങ്ങനെയും നമുക്ക് അവിടേക്ക് എത്തിക്കാം. ഫെസിലിറ്റി, ലേഔട്ട് ഓഫ് നാവിഗേഷൻ, ഈസി ഓഫ് ലൊക്കേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പാർക്കിംഗ്, ഇൻറ്റേർണൽ വേ ഫൈൻഡിങ്, അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇൻറ്റേർണൽ വേ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെയുള്ള വഴി, കാര്യങ്ങളൊക്കെ. ഡിജിറ്റൽ ആക്സസ്, ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിങ്, പേയ്മെൻറ്റ് പോർട്ടൽ, റിമോട്ട് മോണിറ്ററിംഗ്, ഇതൊക്കെ വരുന്നത് പ്ലേസ് എന്നുള്ള കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് വരുന്നത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഹൗ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യൻറ്റ്. എങ്ങനെയാണ് അവരെ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പബ്ലിക് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ്, അതിലൂടെ ഡിസീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ, പ്രിവെൻഷൻ, സ്ക്രീൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അഡ്വർടൈസിങ്, എത്തിക്കൽ പ്രൊമോഷൻ ഓഫ് സർവീസ്, സ്പെഷ്യാലിറ്റീസ്, ഹെൽത്ത് പാക്കേജസ്, അതൊക്കെ അഡ്വർടൈസ് ചെയ്യുക. ഫിസിഷ്യൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ, ബിൽഡിംഗ് റെഫറൽ നെറ്റ്വർക്ക് ഓഫ് പാർട്ട്ണർഷിപ്പ്, മറ്റുള്ളവർ റെഫർ ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ എൻഗേജ്മെൻറ്റ്, സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്, ന്യൂസ് ലെറ്റേഴ്സ്, ഓൺലൈൻ ഹെൽത്ത് കണ്ടൻറ്റ് കൊടുക്കുക. ഇവൻറ്റ് മാർക്കറ്റിംഗ്, ഫ്രീ ചെക്കപ്പ് ക്യാമ്പ്സ്, വെബിനാർസ്, ഹെൽത്ത് ഫെയേഴ്സ് എന്നിവ കണ്ടക്ട് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് വരുന്ന 4 കാറ്റഗറി എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പീപ്പിളാണ്. പീപ്പിൾ എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ്. ഹെൽത്ത് കെയർ, അതായത് സാധാരണ മാർക്കറ്റ് മിക്സ് എന്നുള്ളത് 4 എണ്ണമാണ്. ഹെൽത്ത് കെയറിലേക്ക് ആകുമ്പോൾ, സർവീസിലേക്ക് ആകുമ്പോൾ അത് 7 എണ്ണം വരും. നെക്സ്റ്റ് പീപ്പിൾ ഇൻ ഹെൽത്ത് കെയറിൽ, പീപ്പിൾ ആർ ദ കോർ ഓഫ് ദ സർവീസ്, എക്സ്പെർട്ടൈസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ എംപ്ലോയി. അവിടെ പീപ്പിളാണ് ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കീ ഗ്രൂപ്പ്സ് ശ്രദ്ധിക്കേണ്ട: മെഡിക്കൽ പ്രൊഫഷൻസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, സ്പെഷ്യലിസ്റ്റ്, കോമ്പിറ്റൻസി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റൈല്, എമ്പതി ഉണ്ടായിരിക്കണം, ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ദ പേഷ്യൻ്റ് ട്രസ്റ്റ്, പേഷ്യൻറ്റിന് വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുക. സപ്പോർട്ട് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, ടെക്നീഷ്യൻ, കോൾ സെൻറ്റർ ഏജൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ, മാനേജ് ദ അപ്പോയിൻമെൻറ്റ്, പേപ്പർ വർക്ക്, ഫസ്റ്റ് ഇംപ്രഷൻ, അത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, പോളിസീസ്, കൾച്ചർ, റിസോഴ്സ് അലൊക്കേഷൻ, ഡ്രൈവ് സർവീസ് സ്റ്റാൻഡേർഡ്, അവരാണ് പോളിസീസും കൾച്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അലൈഡ് പ്രൊഫഷണൽസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, കൗൺസിലേഴ്സ്, ഫാർമസിസ്റ്റ്, തന്നെ ഡെപ്ത് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ്
കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഹെൽത്ത് കെയർ ഈസ് ഡെലിവേർഡ്. അതിൽ വരുന്ന സ്റ്റെപ്പുകൾ എലമെൻ്റ് ഓഫ് കൺസിഡർ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിംഗ്, ഈസ് ഓഫ് ബുക്കിംഗ്, ഓൺലൈന്, ഫോണ്, വർക്ക് ചെയ്യുന്നതിന്, അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ, സ്പീഡ്, ക്ലാരിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ പ്രൈവസി. ഇനി ട്രീറ്റ്മെൻറ്റ് വർക്ക് ഫ്ലോ, കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലാരിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ പ്രൊസീജിയർ, ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ്, അതായത് സ്മൂത്ത് ട്രാൻസാക്ഷൻ, ആഫ്റ്റർ കെയർ ഇൻസ്ട്രക്ഷൻ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കൊടുക്കുന്ന പ്രോസസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഷെഡ്യൂൾ ചെയ്യുക, അഡ്മിഷൻ്റെ കാര്യങ്ങൾ, വർക്ക് ഫ്ലോ, എമർജൻസി ഹാൻഡ്ലിംഗ്, റാപ്പിഡ് റെസ്പോൺസ്, ട്രയേജ്, എഫിഷ്യൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ എവിഡൻസ് ഇൻ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്. ഫിസിക്കൽ എവിഡൻസ് പ്രൊവൈഡ്സ് ടാഞ്ചിബിൾ ക്യൂസ് അബൌട്ട് ദ ക്വാളിറ്റി ആൻഡ് റിലബിലിറ്റി ഓഫ് ഇൻടാഞ്ചിബിൾ സർവീസ്. ഇൻടാഞ്ചിബിൾ സർവീസ് ചെയ്യുന്നതിന് ടാഞ്ചിബിളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചില ക്യൂസാണ് ഫിസിക്കൽ എവിഡൻസ്. ഫെസിലിറ്റി അപ്പിയറൻസ്, ക്ലീൻനെസ്, മോഡേൺ എക്യുപ്മെൻറ്റ്, സൈനേജ്, കംഫർട്ടൊക്കെയാണ് വെയിറ്റിംഗ്. ഡോക്യുമെൻറ്റേഷൻ, ക്ലിയർ പ്രൊഫഷണൽ ഡിസ്ചാർജ് സമ്മറി, ബില്ല്, പ്രിസ്ക്രിപ്ഷൻ. ഡിജിറ്റൽ പ്രസൻസ്, പ്രൊഫഷണൽ ആക്സസിബിൾ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് ഇൻ്റർഫേസ്. അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ക്വാളിറ്റി സീൽസ്. ദെൻ ബ്രാൻഡഡ് മെറ്റീരിയൽസ്, ID ബാഡ്ജ്, യൂണിഫോം, ബ്രോഷർ, അതൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ എവിഡൻസ് ആയിട്ട് കാണുന്നത്. ഇത് ഇൻ്റഗ്രേഷൻ ഓഫ് ദ 7 P's ആണ്. ഇതെല്ലാതും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, കൂടി വെച്ചിട്ടാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ സ്ട്രാറ്റജിക് ടേക്ക് അവേ ഓഫ് 7 P's, പേഷ്യൻറ്റ് സെൻട്രിക് ഡിസൈൻ ആയിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, മെസ്സേജിങ്, സർവീസ് ഡെലിവറി, പിന്നെ ഡിഫറൻസിയേഷൻ, നമ്മുടെ മറ്റുള്ള ഹോസ്പിറ്റലിന് ഡിഫറൻസ് ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ട്രസ്റ്റ് ആസ് ഫൗണ്ടേഷൻ. അത് നമ്മൾ ഒരു ട്രസ്റ്റായിട്ടാണ്, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണ്, ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നെ അതുകൊണ്ട് അത് ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഹെൽത്ത് കെയർ റിമൈൻ സർട്ടൺ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ട്രസ്റ്റിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ.